എല്ലാവർക്കും നമസ്കാരം. കപ്പഡോക്കയിൽ നമ്മുടെ രണ്ടാം ദിവസം അതിരാവിലെ തന്നെ 3:30 മണിയോടുകൂടി നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ്സെത്തി. ബസ്സിൽ ആദ്യം യാത്രക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, പല ഹോട്ടലുകളിൽ നിന്നായിട്ട് മറ്റ് യാത്രികരെയൊക്കെ ചേർത്ത് നമ്മളെ നേരെ കൊണ്ടുപോയത് ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ ടൂർ പ്രോഗ്രാമിലേക്കായിരുന്നു. ഏകദേശം 4:30 മണിയോടുകൂടി നമ്മൾ അതിവിശാലമായ ഈ ബലൂൺ ഗ്രൗണ്ടിലെത്തി. ബലൂൺ ഗ്രൗണ്ടിലെ വിവിധ കമ്പനികളുടെ ബലൂണുകൾ എല്ലാം പറക്കുന്നതിന് തയ്യാറാക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ജോലിക്കാര്. വലിയ ബ്ലോവർ ഫാനുകൾ ഉപയോഗിച്ച് കാറ്റടിച്ചാണ് ബലൂൺ പ്രാഥമികമായിട്ട് തന്നെ ഒന്ന് വീർപ്പിക്കുന്നത്. അത് കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ, സൂര്യൻ ഒട്ടും ഉദിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് ലൈറ്റിൽ കാണാം അനേകം ബലൂണുകൾ ചുറ്റും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അവർ ബ്ലോവറുകളെല്ലാം ഓഫ് ചെയ്തിട്ട് ഫയർ കൊടുക്കാൻ തുടങ്ങി. ഈ തീ കൊണ്ട് ചൂടുകൊണ്ട് ബലൂണിനകത്തെ വായു ചൂടുപിടിക്കുകയും ബലൂണിനെ മുകളിലേക്ക് ഉയർത്തി ലംബമായി നിർത്തുകയും ചെയ്യും. ബലൂണിൻ്റെ അടിയിൽ ഒരു വലിയ ബാസ്ക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്താണ് യാത്രക്കാർ കയറുന്നത്. ഈ ബാസ്ക്കറ്റിനെ പല കള്ളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 4 പേര് നിൽക്കുന്ന 6 കള്ളികളാണ് സാധാരണഗതിയിൽ ഒരു ബാസ്ക്കറ്റിലുള്ളത്. ആ ബാസ്ക്കറ്റിൽ തന്നെയാണ് ഈ ബലൂണിനെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനും അദ്ദേഹത്തിൻ്റെ സഹായിയും ഉള്ളത്. ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരേ സമയം തന്നെയാണ് എല്ലാ ബലൂണുകളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നേരം ചെറുതായിട്ട് വെളുത്ത് വരുമ്പോൾ തന്നെ ബലൂണുകളെല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞിരിക്കും. നമ്മളുടെ കൂടെ ബലൂണിനുള്ള സഹയാത്രികരെല്ലാവരും തന്നെ ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ്. അവരാകട്ടെ ചൈനീസ് ഭാഷയിൽ വളരെയധികം കലപില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബലൂണിനകത്ത് കയറിപ്പറ്റാനായിട്ട് ഒരു ഓട്ടമായിരുന്നു. അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോർണറിലുള്ള സ്ഥാനം പിടിക്കാൻ പറ്റും. ആദ്യം കയറുന്നവരുള്ളിൽ കയറി സ്റ്റക്കാവുകയാണ് പതിവ്. നമ്മുടെ ബലൂണിൻ്റെ പൈലറ്റ് ഇംഗ്ലീഷ് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. ആർക്കും അറിയാത്തത് കൊണ്ട് അദ്ദേഹം അധികം എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ ചുരുങ്ങിയ വാക്കുകളിൽ പരിപാടികൾ അവസാനിപ്പിച്ചു. ഈ ബലൂൺ പറത്തുന്നതിനും പ്രത്യേക ലൈസൻസ് ആവശ്യമാണ്. അങ്ങനെ പ്രത്യേക ലൈസൻസും പരിശീലനവും സിദ്ധിച്ചവരാണ് ഈ ബലൂണുകൾ പറത്തുവാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്നത്. ബലൂണുകളെല്ലാം ആകാശത്തേക്ക് ഉയർന്നു തുടങ്ങി. ഗോർമേ വാലി എന്നറിയപ്പെടുന്ന ഗോർമേ താഴ്വരയിൽ നിന്നാണ് ബലൂണുകൾ ഉയരുന്നത്. പല കമ്പനികളിലെ ബലൂണുണ്ട്. നമ്മൾ ബുക്ക് ചെയ്യുന്നതനുസരിച്ചാണ് ആ കമ്പനിയുടെ ബലൂണിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബലൂൺ ഓപ്പറേറ്റർമാർ പ്രത്യേകമാണ്, അവരുടെ ബുക്കിംഗ് ഏജൻറ്റുമാർ പ്രത്യേകമാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ വയാറ്റർ അല്ലെങ്കിൽ ട്രിപ്പ് അഡ്വൈസർ പോലുള്ള ഇൻ്റഗ്രേറ്റേഴ്സ് വഴിയും നമുക്ക് ബുക്ക് ചെയ്യാം. ഓരോ ഇടനിലക്കാർ വരുമ്പോഴും അതിൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം. എല്ലാവരും തന്നെ ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ബലൂൺ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഉയർന്നും താഴ്ന്നുമെല്ലാം ഈ പല താഴ്വാരങ്ങളിലൂടെ, ഗോർമയുടെ ചുറ്റുവട്ടത്തുള്ള പല താഴ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ ബലൂണുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ധാരാളം വാഹനങ്ങൾ ഓടുന്ന കാണാം. ഇത്ര രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഇത്ര ട്രാഫിക് എന്ന് നമ്മൾ അതിശയപ്പെടും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഈ ബലൂണുകൾ കമ്പനികളുടെ വാഹനങ്ങളും
നമ്മൾ വന്ന വാനുകളും എല്ലാമാണ് ഈ ബലൂണിനെ ഫോളോ ചെയ്യുന്നത്. കാരണം ബലൂൺ പുറപ്പെട്ട സ്ഥലത്തല്ല ലാൻഡ് ചെയ്യുന്നത്, അത് അതിൻ്റെ സമയമാകുമ്പോഴേക്കും വേറെ സ്ഥലത്തായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. ആ ലാൻഡ് ചെയ്യുന്ന സൈറ്റിൽ നിന്ന് നമ്മൾ തിരികെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ബലൂണുകൾ തിരികെ പാക്ക് ചെയ്ത് റെഡി സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ വാഹനങ്ങൾ ബലൂണിനെ ഫോളോ ചെയ്യുന്നത്. ബലൂൺ ബാസ്ക്കറ്റിൽ നമ്മുടെ കള്ളിയിൽ 4 പേരാണുള്ളത്. ഞങ്ങളെ കൂടാതെ 2 ചൈനക്കാരുണ്ട്. അവർ ദമ്പതികളല്ല, അവർ ടൂറിസ്റ്റ് സംഘത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടിരിക്കുന്നവരാണ്. പല താഴ്വരകളുടെ മീതെയും കപ്പഡോക്യയിലെ പ്രശസ്തമായ ചിമ്മിനികളുടെ മീതെയും ആയിട്ട് ബലൂണുകൾ അങ്ങനെ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുകയാണ്. ബലൂണുകൾ സഞ്ചരിക്കുന്നത് അവർ ഇടയ്ക്ക് ബലൂണുകൾ ഉയർത്തും, ഇടയ്ക്ക് അത് തീ കുറയ്ക്കുമ്പോൾ ബലൂണുകൾ താഴ്ന്ന് ഈ അഗ്നിപർവ്വത ശിലകളുടെ മുകളിൽ വന്ന് നിൽക്കും. ഇങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും വട്ടത്തിൽ പയ്യെ ചുറ്റിയും ചുറ്റുപാടുമുള്ള കാഴ്ചകളെല്ലാം അതിമനോഹരമായിട്ട് കണ്ടുകൊണ്ട് നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. പുതിയ സൂര്യൻ്റെ ആദ്യ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ആ സുന്ദര മുഹൂർത്തം ബലൂണിൽ നിന്ന് കാണുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവമാണ്. സൂര്യോദയം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാഴ്ച ഒരു പ്രത്യേക ചാരുത തന്നെയാണ് നൽകുന്നത്. എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലും പരസ്പരം ഫോട്ടോ എടുത്തു കൊടുക്കുന്ന തിരക്കിലുമൊക്കെയാണ്. ബലൂൺ യാത്ര ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടെങ്കിലും കപ്പഡോക്യയിലെ ബലൂൺ യാത്രയെ വ്യത്യസ്തമാക്കുന്നത് ഒരേ സമയം ആകാശത്ത് കാണുന്ന 100 കണക്കിന് ബലൂണുകളാണ്. മിക്ക സമയത്തും ആകാശത്ത് ഏകദേശം 200-220 ബലൂണുകൾ ഉണ്ടാകുമെന്നും ഓഫ് സീസൺ ആണെങ്കിൽ അതിൻ്റെ എണ്ണം അല്പം കുറയുമെന്നുമാണ് ഇവിടെ നിന്ന് അറിയുവാൻ കഴിഞ്ഞത്. ബലൂൺ യാത്രയ്ക്ക് ബുക്ക് ചെയ്യുന്നവരെ പല സൈറ്റുകൾ സന്ദർശിച്ച് ഏറ്റവും നല്ല ഓഫർ എടുക്കുവാനും ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള ഓഫർ എടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ബലൂൺ ആവശ്യത്തിന് യാത്രക്കാരില്ലെങ്കിൽ അവർ അപ്രതീക്ഷിതമായിട്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വെതർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെതർ മോശമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാറ്റ് കൂടുതലായാലും ഇത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബലൂൺ യാത്ര എടുക്കുന്നത് നമുക്ക് ലാസ്റ്റ് ദിവസം ഒരിക്കലും എടുക്കരുത്. കഴിയുമെങ്കിൽ കപ്പഡോക്യയിൽ എത്തിയാൽ ആദ്യത്തെ ദിവസങ്ങൾ തന്നെ ബലൂൺ യാത്ര എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കത് ക്യാൻസൽ ആയാലും പിറ്റേ ദിവസം അവർ വീണ്ടും നമുക്ക് ബലൂൺ യാത്രയിൽ അവസരം നൽകുന്നതാണ്. നമുക്ക് കപ്പഡോക്യയിൽ എത്തിയതിനു ശേഷം ബലൂൺ യാത്ര ബുക്ക് ചെയ്യാൻ പറ്റും. ബലൂണിൽ യാത്രികർ കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല ഡീല് കിട്ടിയെന്നിരിക്കും. പക്ഷെ അതൊരു റിസ്കി പരിപാടിയാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ബലൂൺ ലാൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നിന്നുകൊണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറെ നമ്മുടെ മടിയിലിരുത്തിക്കൊണ്ട് വേണം ലാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ കപ്പിൾസ് അല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെ ബലൂൺ ഭൂമിയിലേക്ക് താഴ്ന്നു വന്നുകൊണ്ടിരുന്നു. ഇവിടെയുള്ളൊരു കൃഷിയിടത്തിലാണ് ഈ ബലൂൺ ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി. നമ്മുടെ പാർട്ണർ നമ്മുടെ മടിയിൽ കയറിയിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത ഇരിപ്പായതുകൊണ്ട് അത് വീഡിയോ എടുക്കാനായിട്ട് അനുവാദവുമില്ല. എങ്കിലും ഞാൻ അല്പം റിസ്ക് എടുത്തുകൊണ്ട് തന്നെ താഴ്ന്നവരുള്ള വരവൊന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു.
ബലൂൺ അങ്ങനെ ഒരു വിശാലമായ കൃഷിയിടത്തിൻ്റെ നടുവിൽ ലാൻഡ് ചെയ്തു. അപ്പോഴേക്കും ബലൂൺ കമ്പനിയുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ഈ ബലൂൺ ഉയർത്തി തന്നെ നിർത്തിക്കൊണ്ടാണ് ഈ ബലൂൺ നമ്മളെയും വെച്ചുകൊണ്ട് ഈ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. യാത്രക്കാരെല്ലാവരും അപ്പോഴും ബലൂണിൻ്റെ കൊട്ടയിൽ തന്നെയാണ് നിൽക്കുന്നത്. ബലൂൺ വണ്ടിയുടെ മുകളിൽ കയറ്റി ബലൂണും കൊട്ടയും വണ്ടിയുടെ മുകളിലായിട്ടുണ്ട്. ബലൂണാകട്ടെ ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇനി യാത്ര ഈ വണ്ടിയിലാണ്. ഈ വണ്ടിയിൽ നിന്ന് നമ്മളെ റോഡ് വരെ കൊണ്ടുപോകും. റോഡിൻ്റെ സൈഡിൽ നമ്മളെ തിരികെ ഹോട്ടലിൽ എത്തിക്കാനുള്ള വാഹനം കാത്തു കിടക്കുന്നുണ്ടാവും. ഇതിൻ്റെ ജീവനക്കാര് ബലൂൺ വലിച്ച് താഴ്ത്തി പാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നമ്മളെല്ലാവരും ബാസ്ക്കറ്റിൽ നിന്ന് പതുക്കെ ഇറങ്ങി സമീപത്തുള്ള കമ്പനി ഒരുക്കി വെച്ചിരിക്കുന്ന ചെറിയൊരു ടോസ്റ്റിലേക്ക് പോയി. ബലൂണിലുള്ള സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷത്തിന് വേണ്ടി അവരിവിടെ കുറച്ച് വൈനും ഷാമ്പെയിനും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബലൂണിൽ സഞ്ചരിച്ച യാത്രികർക്കെല്ലാവർക്കും ഈ ബലൂൺ കമ്പനിയുടെ പേരിലുള്ള ഒരു ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റും അവർ നൽകുന്നുണ്ട്. ഒരുവിധമുള്ള എല്ലാ കമ്പനികളും ഈ ഒരു ചടങ്ങ് നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ഈ ബലൂൺ യാത്ര കഴിഞ്ഞാലും മനോഹരമായിട്ടുള്ള ഈ ഒരു ആഘോഷത്തിൻ്റെ ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ പറ്റാവുന്ന വിധത്തിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കുള്ള സർട്ടിഫിക്കറ്റെല്ലാം നമ്മൾ മേടിച്ചു. ഇനി തിരികെ ഹോട്ടലിൽ പോകണം. ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ ഹനീഫി കാറുമായിട്ട് എത്തി. ഇന്ന് നമ്മൾ ഗോരമയിലും ചുറ്റുവട്ടത്തുമുള്ള അനേകം താഴ്വരകളും ഗുഹാഗൃഹങ്ങളും ഗുഹാഗ്രാമങ്ങളും ഒക്കെ കാണുവാനുള്ള ഒരു പദ്ധതിയാണ്. ആദ്യമേ നമ്മൾ ചെന്നത് പഷ ബഗ്ലാരി റൂയിൻസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ഈ പഷ ബഗ്ലാരി അവശിഷ്ടങ്ങളെന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഒരു മനുഷ്യനിർമ്മിതി മാത്രമല്ല, ഇത് പ്രകൃതിദത്തമായി ഉണ്ടായ ഒരു സ്ഥലമാണ്. ടിക്കറ്റെല്ലാം എടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ കയറുവാൻ. ഇവിടേക്കുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഓപ്പൺ എയർ മ്യൂസിയത്തിൻ്റെ കൂടി ടിക്കറ്റ് ഒരുമിച്ചാണ് കിട്ടുന്നത്. ഇതൊരു വലിയ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ നോട്ടത്തിൽ കരുതുമ്പോൾ ഇവിടെ എന്താണ് കാണുവാനുള്ളത്, പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകമായ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചിമ്മിനീസാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. അഗ്നിപർവ്വത ശിലകൾ കൊണ്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ചിമ്മിനികൾ എന്നറിയപ്പെടുന്ന ഈ രൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം തന്നെ ആരും കൊത്തിയുണ്ടാക്കിയതല്ല, പ്രകൃതി തന്നെത്താനെ രൂപപ്പെടുത്തിയതാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടായ രൂപങ്ങളാണിതെല്ലാം. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധത്തിലുള്ള പ്രത്യേക ആകൃതിയിലുള്ള ചിമ്മിനികൾ എന്നറിയപ്പെടുന്ന രൂപങ്ങളാണിത്. ഇവിടെ തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്കിങ്ങനെ ഗുഹാഗൃഹങ്ങൾ പോലെ കാണാൻ പറ്റും. പക്ഷേ ഈ കാണുന്ന ഗുഹകളിൽ മനുഷ്യവാസമുള്ളതായിട്ട് പറഞ്ഞു കേട്ടില്ല. പക്ഷെ പ്രത്യേക രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു ഫോർമേഷനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ പഷ ബഗ്ലാരിയിൽ നിന്ന് നേരെ പോയത്
ഓപ്പൺ എയർ മ്യൂസിയം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ഓപ്പൺ എയർ മ്യൂസിയം ഇൻ ഗൊരേമ എന്നാണ് അറിയപ്പെടുന്നത്. ഗൊരേമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പോയ ബലൂൺ റൈഡിനൊക്കെ പോയ ആ വാലിയുടെ അടുത്തുള്ള ചെറിയ ഒരു പട്ടണമാണ്. ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ കാണുന്ന ഗുഹാഗൃഹങ്ങളിൽ വളരെയധികം മനുഷ്യർ ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നു. അവരെല്ലാം ഗവൺമെൻറ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുകയും ഈ സ്ഥലത്തെ ഒരു സംരക്ഷിത പ്രദേശമായിട്ട് മാറ്റി ഒരു ഓപ്പൺ എയർ മ്യൂസിയം ആക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം മിസ്റ്റർ അലി, ഇദ്ദേഹം ഈ പുനരധിവസിക്കപ്പെട്ട ഗ്രാമത്തിലെ ഒരു മേയറായിരുന്നു. ഇദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം ഈ ഗുഹ ഗ്രാമത്തിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് മാറിയത്. ഇതൊരു സമ്പൂർണ്ണ ഗ്രാമമായിട്ടാണ് ഉള്ളത്. ഇത് ഏകദേശം 60 വർഷം മുമ്പ് വരെ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുഹാഗൃഹങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരമുള്ള ഗ്രാമങ്ങളിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ പല കഥകളും ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ റോമാക്കാരിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇത്തരം സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നത്. പിന്നീട് അത് ഓട്ടോമാൻ ചക്രവർത്തിമാരിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയായി മാറി. എങ്ങനെയിരുന്നാലും ഇതൊരു മുഴുവൻ ഗ്രാമം തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ തുടങ്ങി. ഇവിടെ ഇവരുടെ ഒരു ക്രിസ്ത്യൻ ദേവാലയവും പിന്നീട് ഒരു മോസ്കും എല്ലാം ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു. ഇതിന് ഉള്ളിൽ തന്നെ നമുക്ക് വൈനറികളും സമൂഹ അടുക്കളയും മറ്റും കാണാവുന്നതാണ്. ധാരാളം റൂമുകളും മറ്റുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിന് നമുക്ക് സ്റ്റെപ്പുകളെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല കയറ്റവും മറ്റും കയറിയിട്ട് വേണം ഓരോ സ്ഥലത്തേക്ക് എത്തുവാനും അതിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് തന്നെ അത് വീക്ഷിക്കുവാനും ഒക്കെ സാധിക്കും. ആ സ്ഥലങ്ങളിലൊക്കെ കല്ല് ഇടിഞ്ഞു വീണ് അപകടമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് എല്ലാം അടുത്ത് നിന്ന് തന്നെ കാണുവാനും ചില സ്ഥലങ്ങളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വലിയ പൊടിക്കുന്ന തിരികല്ലുകളും എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആരാണ് ഈ കല്ല് തിരിച്ച് ധാന്യം പൊടിക്കുന്നതെന്ന് നമുക്കൊരു പിടിയുമില്ല. അത്രയും ഇടുങ്ങിയ സ്ഥലത്താണ് ഈ തിരികല്ലെല്ലാം വെച്ചിരിക്കുന്നത്. നമ്മൾ ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും കാണുന്നത് ചുറ്റോട് ചുറ്റും ഈ ഗുഹാ ഗ്രാമം തന്നെയാണ്. യുനെസ്കോൻ്റെ ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവിടെ നിന്ന് ഹനീഫി നമ്മൾ നേരെ കൊണ്ടുപോയത് ഹിറ്റിറ്റ് എന്നറിയപ്പെടുന്ന ഒരു കളിമണ്ണ് കൊണ്ടുള്ള പോട്ടറി നിർമ്മാണശാലയിലേക്കാണ്. ഇത് സാധാരണ പല സ്ഥലങ്ങളിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷന് പറ്റിയ ഒരു സ്ഥലമാണ്. അവർ നമ്മളെ ചെറുതായിട്ട് ഈ എങ്ങനെയാണ് ഈ മൺപാത്രങ്ങളും സെറാമിക് പാത്രങ്ങളും എല്ലാം നിർമ്മിക്കുന്നത് എന്ന് കാണിച്ചു തരും. അതിന് ശേഷം നമ്മളെ അവരുടെ കടയിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്, ഈ ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് അവർ പ്ലാസ്റ്റിക് ബാഗിൽ മാസങ്ങളോളം സൂക്ഷിച്ച് ഈ പ്ലാസ്റ്റിക് ബാഗിൽ ഇരിക്കുന്ന കളിമണ്ണ് തന്നെ ഫെർമെൻറ്റൈസ് ചെയ്യും, അതായത് പുളിക്കും. അങ്ങനെ മെച്ചറാവുന്ന കളിമണ്ണ് കൊണ്ടാണ് ഈ തരത്തിൽ ഉണ്ടാക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ചുവന്ന കളിമണ്ണ്, വെളുത്ത കളിമണ്ണ്, കോട്സ്, അതേപോലെ മൂൺ സ്റ്റോൺ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പാത്ര നിർമ്മാണം നടത്തുന്നത്. അതിനുശേഷം ബേക്ക് ചെയ്തിരിക്കുന്ന പാത്രത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ പെയിൻറ്റിങ് നടത്തുകയും എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിൻ്റെ വിശാലമായ ഒരു ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഷോറൂമിൻ്റെ ഡീറ്റെയിലായ കാഴ്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയ വൈൻ ബോട്ടിൽ. അതിഥികൾക്കായിട്ട് വൈനും ടർക്കിഷ് കോഫിയും ഒക്കെ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നു. ഇവിടെ ഇതേപോലെ തന്നെ രാത്രിയിൽ പ്രകാശിക്കുന്ന മൂൺ സ്റ്റോണുകളിൽ വെച്ചിട്ടുള്ള ചില നിർമ്മിതികളൊക്കെ ഉണ്ട്.
ഹിറ്റിറ്റിൻ്റെ നിർമ്മാണശാലയിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഇമാജിനേഷൻ വാലി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നാച്ചുറലായിട്ട് രൂപം കൊണ്ട ധാരാളം ശിലാസ്തൂപങ്ങളുണ്ട്. ഈ ശിലാസ്തൂപങ്ങൾക്കെല്ലാം തന്നെ പലവിധ രൂപങ്ങൾ നമുക്ക് കൽപ്പിക്കാൻ കഴിയും. ചില സ്ഥലത്ത് ഒട്ടകത്തിൻ്റെ രൂപങ്ങൾ, ചിലയിടത്ത് ചില കൈപ്പത്തിയുടെ രൂപങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള രൂപങ്ങൾ ഓരോരുത്തരുടെ സങ്കല്പം അനുസരിച്ച് സങ്കല്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ റോഡരിയിലുള്ള സ്ഥലത്തിന് നമ്മൾ ഇമാജിനേഷൻ വാലി എന്ന് വിളിക്കുന്നത്. ഇമാജിനേഷൻ വാലിയിൽ ചില കുതിര ഒട്ടക സവാരികൾക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇമാജിനേഷൻ വാലിയിൽ നിന്ന് നമ്മൾ പോയത് 3 ബ്യൂട്ടിഫുൾ ഫെയറി ചിമ്നീസ് എന്നറിയപ്പെടുന്ന കപ്പഡോക്കിയയുടെ തന്നെ മുഖമുദ്രയായി, അല്ലെങ്കിൽ കപ്പഡോക്കിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ചിത്രങ്ങളിലും മറ്റും കാണുന്ന 3 ഫെയറി ചിമ്മിനികളുടെ സ്ഥലത്തേക്കാണ്. അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ ഉണ്ടായ ലാവകൾ ഒഴുകി വന്ന് അതിൽ കനം കൂടിയ പാറ മുകളിൽ ഉറച്ചുണ്ടായ പ്രത്യേക ആകൃതിയിലുള്ളതാണ് ഈ ഫെയറി ചിമ്മിനികൾ. നമ്മൾ പിന്നീട് എത്തിയത് വളരെ പ്രശസ്തമായ അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഭൂമിക്ക് അടിയിൽ നിന്ന് കണ്ടെടുത്ത ഒരു വലിയ ഗുഹാഗ്രാമമാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി. 4 നിലകളിലായിട്ട് അനേകം ഉൾപിരിവുകളിലൂടെ സമ്പൂർണമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി. 30,000 പേരോളം ഒരേ സമയം താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്ര വളരെ ദുഷ്കരമായ ഒന്നാണ്. ശത്രുക്കളെ തടുക്കുന്നതിന് വേണ്ടി ഇവർ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഇടനാഴികൾ അഥവാ ടണലുകളെല്ലാം തന്നെ വളരെ ഇടുങ്ങിയ ടണലുകളാണ്. ലോകത്തിലെ ഏറ്റവും വിദഗ്ധമായി ടണലുകൾ നിർമ്മിക്കുന്ന എഞ്ചിനീയർമാരും തൊഴിലാളികളും തുർക്കി വംശജരാണ്. യൂറോപ്പിലെങ്ങുമുള്ള ടണലുകളുടെ നിർമ്മാണത്തിൽ ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്നതും ഏറ്റവും അധികം പണിയെടുത്തിരിക്കുന്നതും തുർക്കികളാണ്. നമ്മൾ ജർമ്മനിയിലൂടെയും സ്വിറ്റ്സർലൻഡിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ടണലുകളെല്ലാം തന്നെ തുർക്കിക്കാരുടെ നിർമ്മിതിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ടണലുകൾ ഉണ്ടാക്കുവാനായിട്ട് ഇവർക്ക് ഇത്ര പ്രാഗൽഭ്യം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവരുണ്ടാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഗുഹാഗ്രാമങ്ങൾ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, വളരെയധികം ദുഷ്കരമായിട്ടുള്ള യാത്രയാണ് ഈ ടണൽ ഗ്രാമത്തിലൂടെ ഉള്ളത്. വളരെ ഇടുങ്ങിയതും കഷ്ടിച്ച് നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാവുന്നതുമായ സ്ഥലമാണ് മിക്കതും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒട്ടും തന്നെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോഴെല്ലാം നമ്മൾ വളരെ വളഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടൊക്കെയാണ് ഈ ടണൽ ക്രോസ് ചെയ്തത്. ചില ടണലിൽ കൂടി ചെല്ലുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് ജാങ്കോ പെട്ടു. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് അത്രയും ദൂരം തന്നെ നടന്നാലായിരിക്കും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നത്. ഇങ്ങനെ ഈ 4 നിലകളിലൂടെ ഒരു മെയ്സ് റൺ പോലെ നമ്മൾ വഴി കണ്ടെത്തി നടന്നിട്ട് വേണം ഈ കാഴ്ചകളെല്ലാം കാണുവാനും ഒപ്പം അത് ചിത്രീകരിക്കുവാനും. നാലായിരം വർഷം പഴക്കമുള്ള ഒരു തിരികല്ലിൻ്റെ ഇങ്ങനെയാണ്. ഈ തിരികല്ല് അരി പൊടിക്കാണ്ട് ചോദിച്ചിരുന്ന ഇവിടെ നമുക്ക് കുനിഞ്ഞു പോയി ശ്വാസം കിട്ടാണ്ട് പോകും. മനസ്സിലായ 4000 വർഷം 30,000 ജനം താമസിച്ചിരുന്ന സിറ്റിയാണ്. ഇതിങ്ങനെ ലെയറായിട്ട് കിടക്കുന്നത്. നമ്മളുടെയൊക്കെ ഇമാജിനേഷനുള്ള സിറ്റി അല്ല. ഇതൊരു ഡോറാണ് ഈ കാണുന്നത്. കല്ലുരുട്ടി വെച്ച് ഗുഹാമുഖം അടച്ചു എന്ന് ബൈബിളിലൊക്കെ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റോൺ ഡോറാണ്. ഇതിനെ തിരിച്ച് ഈ കരിപ്പോണ വഴിയങ്ങ് അടയ്ക്കാം. കഷ്ടി
നമ്മൾ വളഞ്ഞ് പകുതി സൈസിലാണ് പോകുന്നത്. നമുക്ക് നമ്മൾ ഈ പരുവത്തിലാണ് നടക്കുന്നത്. വളഞ്ഞ് നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് നടക്കാൻ യാതൊരു മാർഗവുമില്ല. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ വരുമ്പോഴാണ് ഒന്നും വരാൻ പറ്റുള്ളൂ. ഇവിടെ നടുക്കൊക്കെ അഗാധമായിട്ടുള്ളൊരു ഗർത്തം. എന്താ അറിയാ, O zaman susar mısın? Dikkat et kafana olmuş. Buradan gidiyor. എവിടെയാണ് നീ? താഴെ ഞാൻ മുമ്പോട്ട് നടന്നു. ആ ടണ്ണിൽ കൂടി വാ വാ വാ, Serdar var ya sokacağım orta. ഇങ്ങോട്ട് വാ. എങ്ങോട്ടും പോട്ടെ. Önünde bence var. നിന്റെ ശബ്ദം പറയുന്നതാണ് വന്നോണ്ടിരിക്കുന്നത്. Dikkatli olun. Yerde bir boşluk var. O zaman önüne dikkat et. Artık benim de Oy, 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 oy. Sonra kafamıza yemek geçiyor. For him easy. Yeah, for him it's easy. ഇതൊരു വൈനറിയാണ്. വൈൻ സൂക്ഷിക്കുന്ന സ്ഥലം, വൈൻ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ വൈൻ പോട്ടുകൾക്ക് വെക്കാനായിട്ടുള്ള വൈൻ ഭരണികൾ, കൽഭരണികൾ വെക്കാനുള്ള ഇതുമാണ്. വീണ്ടും നമ്മൾ അടുത്ത സ്വരീക്ഷ നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിൽ വരുമ്പോഴാണ് ശ്വാസം വിടാൻ പറ്റുന്നത്. നമ്മൾ കടന്നു വന്ന ഹോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇങ്ങനത്തേക്കാണ്. തലമുട്ടല്ലേ? ഇല്ല, ഒരു ബെൻഡ് പിടിച്ചങ്ങ് നടന്നാൽ മതി. കിച്ചൺ ഏരിയ കുറച്ച് സ്പേസ് ഉണ്ട്. ശ്വാസം വിടാം. ഓക്കെ, കടലിൽ നിന്ന് നമ്മൾ അങ്ങനെ പുറത്തേക്ക് കടന്നു എന്നല്ല, രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ നിന്നുള്ള അതിമനോഹരമായ അനുഭവങ്ങളുമായിട്ട് നമ്മൾ നമ്മളുടെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലം പീജിയൻ വാലി എന്നാണ് അറിയപ്പെടുന്നത്. പ്രാവുകളുടെ താഴ്വര. ഇവിടെ ധാരാളം പ്രാവുകൾ ഈ മലയോരത്തുമുള്ള ചെറിയ ചെറിയ പൊത്തുകളിൽ കൂടുകൂട്ടി താമസിക്കുന്നതുകൊണ്ടാണ് പീജിയൻ വാലി എന്നറിയപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പീജിയൻ ഹോൾസ് എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ പൊത്തുകൾ പോലെയുള്ള ഗുഹകളിൽ ആൾക്കാർ ജീവിച്ചിരുന്നതുകൊണ്ടും പീജിയൻ വാലി എന്ന് പറയുന്നത് ഒരു ഉപകഥ കൂടി ഈ കൂട്ടത്തിലുണ്ട്. പീജിയൻ വാലിയുടെ പുറത്താണ് പ്രശസ്തമായ ഗോരമേ ഓനിറ്റ്സ് ആർട്ട് സെൻറ്റർ ഉള്ളത്. ഇത് ജ്വല്ലറിയുടെയും പ്രഷ്യസ് സ്റ്റോൺസിൻ്റെയൊക്കെ ഒരു എക്സിബിഷനും ഷോപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വ്യൂ പോയിന്റിൽ ഈ താഴെ കാണുന്നത് ഒരു വീടാണ്. ഒരു 82 വയസ്സുള്ള ഒരു വല്യമ്മയാണ് ഈ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത്. ഹനീഫി പറഞ്ഞ ഹനീഫി ഇടയ്ക്കൊക്കെ വല്യമ്മയെ കാണാറുണ്ട്, ഒരു പുറത്തൊക്കെ ഇറങ്ങി വരും. നമ്മൾ ഈ വീടിൻ്റെ, അതായത് വല്യമ്മയുടെ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട പല വാലികളുടെയും ഒരു ആകാശ വീക്ഷണം തന്നെ ലഭിക്കും. ഇപ്പോഴും ഈ ഗുഹയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആ ഗുഹയ്ക്കുള്ളിൽ വൈദ്യുതിയും വെള്ളവും എല്ലാം ഗവൺമെൻറ് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നേരെ തന്നെ ഗോരമേലുള്ള ലോക്കൽ മാർക്കറ്റിലേക്ക് പോയി. അവിടുത്തെ ആൾക്കാർക്കുള്ള, അല്ലെങ്കിൽ ഈ ഗോരമേ ചെവൂഷിൻ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു ലോക്കൽ മാർക്കറ്റാണ്. ധാരാളം ഫ്രൂട്ട്സും എല്ലാം വളരെ വില കുറവിൽ തന്നെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം നിത്യോപയോഗ സാധനങ്ങളും.
ഗോർമേ ലോക്കൽ മാർക്കറ്റിൽ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലൊക്കെ നല്ല വില കുറവിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ ലഭിക്കും. നമ്മളിവിടെ നിന്ന് നേരെ പോയത് ലവ് വാലി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. ഈ ലവ് വാലിയിലുള്ള ചില പ്രത്യേക സ്തൂപങ്ങളുടെ അല്ലെങ്കിൽ ശിലാസ്തൂപങ്ങളുടെ രൂപം കാരണമാണ് ഇതിന് ഈ ലവ് വാലി എന്ന പേര് വന്നിരിക്കുന്നത്. ലവ് വാലിക്ക് മുകളിലുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ഫോട്ടോകളെടുക്കാം. താഴെ ആ പ്രത്യേക ആകൃതിയിലുള്ള രൂപങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെ ഇന്നത്തെ തിരക്കേറിയ ഒരു ദിവസം വളരെ രസകരമായിരുന്നു. ബലൂൺ യാത്രയും ഇത്തരത്തിലുള്ള താഴ്വാരങ്ങൾ ഉള്ള സന്ദർശനമൊക്കെ ആയിട്ട് നമ്മൾ ഫുൾ തിരക്കിലായിരുന്നു. ഇനി നമുക്ക് ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. നാളെയും കപ്പഡോക്യയിൽ നമുക്ക് ധാരാളം പരിപാടികളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.